ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കിയാലോ. ഇതുപോലുള്ള നമ്മൾ ഒഴിവാക്കിയ ചപ്പാത്തി പ്രസ് ഒക്കെ ഉണ്ടാവുമല്ലേ, അതിൻ്റെ ഷീറ്റൊക്കെ ഇളകി പോകുന്ന സമയത്ത് നമ്മളത് ഒഴിവാക്കിയിട്ട് വേറെ വാങ്ങിക്കും, അല്ലെങ്കിൽ വേറെ ഷീറ്റ് ഒട്ടിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഷീറ്റ് വീണ്ടും അത് പറഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഒഴിവാക്കാതെ തന്നെ നന്നായിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ ഒരു ചപ്പാത്തി പ്രസ്സാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോമ്പിൻ്റെ ക്ലീനിങ് ഒക്കെ ആയ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ചപ്പാത്തി പ്രസ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഈ തുരുമ്പ് പിടിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയി വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പ്രസ് നന്നായിട്ട് മുങ്ങിയിരിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ട് ചൂടുള്ള വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴതിന്റെ കറയൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീൻ ആയി വരികയുള്ളൂ. മാത്രമല്ല ഈ ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മൂലം ഈ എണ്ണക്കറയൊക്കെ പെട്ടെന്ന് ഇളകി വരും കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ എണ്ണയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 മൂടി വിനീഗറാണ്. ബാഡ് സ്മെല്ല് പോകാനും അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആയി വരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ വിനീഗർ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പതഞ്ഞു പോകും നമ്മളിതിൽ വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മണിക്കൂർ ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ഈ പ്രസ് ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം. ഇപ്പം തന്നെ അതിൻ്റെ ആ തുരുമ്പ് കറൊക്കെ പോയിട്ട് ആ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഈ ഒരു പ്രസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, എണ്ണക്കറയൊക്കെ പോയിട്ട് നന്നായിട്ട് നമ്മളുടെ ഒരു പ്രസ് ക്ലീൻ ആയി വരുന്നുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പുളിയാണ്. ഇത് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളിയും നല്ലൊരു ക്ലീനിങ് ഏജന്റ് തന്നെയാണ്. ഇപ്പൊ ഇതുപോലെ നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരും കേട്ടോ. ഓൾറെഡി നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് ഇളകി അഴുക്കൊക്കെ പോയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ നന്നായിട്ട് നമുക്കിത് ക്ലീൻ ആയി വരുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ഈ പുളി ഒന്ന് വെച്ചിട്ട് ഞാനിന്ന് റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട്. ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ച പുളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഒന്ന് തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ആക്കി എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കും ഇത് ഡയറക്റ്റ് ആയിട്ട് ചപ്പാത്തി അതുപോലെ തന്നെ പത്തിരിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതുപോലെ ഇതിൻ്റെ ഷീറ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഓയിൽ കവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവറോ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ പരത്തിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പരന്ന് നമുക്ക് നല്ല തിന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാവർക്കും നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഞാനത് കഴുകിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ കാണിച്ച പ്രസ്സിനും ഇതിനും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് കറയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഇഫ്താറിനൊക്കെ വളരെ എളുപ്പത്തിൽ ഈവനിങ്ങിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം. എപ്പോഴും നോൺ വെജ് മുട്ടയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കിഴങ്ങ് ഇതുപോലെ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത്രയും കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചധികം ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വഴറ്റുക ഒന്നും തന്നെ വേണ്ട, നിമിഷം നേരം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിട്ടുള്ള നല്ല ഫ്രഷ് മല്ലിയിലയാണ്. ഇതൊക്കെ റോ ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പച്ച ടേസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലവർ മാവാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു കുഴച്ചെടുക്കാനുള്ള പരുവം അതുപോലെ തന്നെ ആ സ്റ്റിക്കിനെസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലവർ മാവ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് അരിപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് മൈദയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല, ബിരിയാണി മസാല, ഗരം മസാല, കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ പൊടിയും ഇട്ട് കൊടുത്ത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം.
പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കിഴങ്ങിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. കുഞ്ഞുങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സമയവും ലാഭമാണ്, നല്ല ടേസ്റ്റുമാണ്. അധികം എണ്ണയൊന്നും കുടിക്കാത്ത അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞു മക്കൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സ്നാക്സിനുള്ള ഡോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നതെന്ന്. നിങ്ങൾ തലേ ദിവസം തന്നെ കിഴങ്ങ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കിഴങ്ങ് വേവിക്കാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ, അപ്പോൾ വേവിച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ നന്നായിട്ട് ഉരുണ്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് അതുവരെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിലായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുരുമുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫ്ലോർ മാവ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് പൊടിച്ചതും കൂടെ വേണം. എന്നിട്ട് ഇതുപോലെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കവറിൽ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് മൈദയിൽ മുക്കി അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം ഈ രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നൊരു ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി വേവിച്ചതാണ് കിഴങ്ങൊക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് കാണിക്കുമ്പോൾ ഒന്നാണ് ഇട്ട് കാണിക്കുന്നത്. 2-3 ഒരുമിച്ച് നമുക്ക് എണ്ണയിലിട്ട് ചുട്ടെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതുപോലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നീട് നമ്മളത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവില്ല. അപ്പോൾ നമ്മളുടെ ഓയിലൊക്കെ വേസ്റ്റ് ആയി പോവില്ലേ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഓയിലും വേസ്റ്റ് ആവില്ല. നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നല്ല ചൂടോടുകൂടെ കട്ടൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ സോസിൻ്റെ കൂടെ മയോനൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടമുള്ളത് ആ രീതിയിൽ നിങ്ങൾ കൊടുക്കുക. എന്തായാലും അവർക്ക് ഇഷ്ടാവുന്നതായിരിക്കും. ഒരു തുള്ളി പോലും എണ്ണയൊന്നും കുടിക്കത്തില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാൻ എണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ 2-3 ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്നാക്സും ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് വെറ്റിലയാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വെറ്റില. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും പറഞ്ഞ് ഞാനിവിടെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വെറ്റില ഞാൻ 2 എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ വേദനയുള്ള ഭാഗത്ത് അതുപോലെ തന്നെ നീർക്കെട്ട് ജോയിൻറ്റ് പെയിനൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ആ ചെറു ചൂടോടുകൂടെ തന്നെ നമ്മൾ വെച്ച് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് ഇത് ചൂടായി വരും കേട്ടോ. അധികം കട്ടിയില്ലാത്ത പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടുന്നതാണ്. ഇത് കണ്ടില്ലേ, കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വേദനകൾക്കൊക്കെയുള്ള നല്ല ആശ്വാസം കിട്ടുന്നതായിരിക്കും. ചെറിയൊരു വേദനയ്ക്കുള്ള സമയത്ത് നമ്മൾ പെയിൻ കില്ലറോ അതുപോലെ തന്നെ ഓയിൻമെൻറ്റോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ല, നല്ല വേദനയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ മതി. കഫക്കെട്ടുള്ള സമയത്ത് കുഞ്ഞു മക്കൾക്കൊക്കെ വല്ലാണ്ട് കുറുകുന്ന ഒരു സൗണ്ട് വരില്ല. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് അവരുടെ നെഞ്ഞ് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ആശ്വാസം കിട്ടും. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഒരു 5 വെറ്റില ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇടികല്ലിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. നമ്മൾ മിക്സി ജാറിലൊന്നും ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. എടുത്ത് അതിൻ്റെ ജ്യൂസ് എടുത്ത് അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് നമ്മൾ ചുമയുള്ള മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തു വരികയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടും. വലിയവരാണ് ഇത് കുടിക്കുന്നതെങ്കിൽ തേനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കുടിച്ചാൽ മാത്രം മതിയാവും. എല്ലാവരും ഒന്ന് ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഒരു തവിയിലേക്ക് ഞാൻ കുറച്ച് എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വെറ്റിൽ ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇത് ചെറു ചൂടോട് കൂടെ തന്നെ വേദനയുള്ള ഭാഗത്ത് അതുപോലെ തന്നെ നീർക്കെട്ടുള്ള
സമയത്തൊക്കെ നമ്മളൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് വരെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിലേക്ക് ഞാനൊരു കർപ്പൂരം കൂടെ ഇട്ട് കൊടുത്തിരുന്നു. പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുക. ഉണ്ടാക്കിയെടുക്കാൻ മടിയുള്ളവർക്ക് മാർക്കറ്റിൽ ബെറ്റർ ലീഫ് ഓയിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പം എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാലനര, മുടികൊഴിച്ചിൽ, താരൻ എന്നിവ. എന്നാൽ വളരെ എളുപ്പത്തിൽ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2-3 വെറ്റില ഇതുപോലെ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. വെറ്റില നല്ലൊരു ആൻറ്റിബയോട്ടിക് ആണ്. മുടി നല്ല ഉള്ളോടുകൂടെ കറുപ്പായിട്ട് വളരാനും നല്ല കരുത്ത് കിട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, താരൻ, ചൊറിച്ചിൽ എന്നിവയൊക്കെ മാറാനൊക്കെ വളരെ നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വെറ്റില. അപ്പോൾ വെറ്റില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ആ ഒരു ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആവുന്ന വരെ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നെല്ലിക്ക പൊടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉണക്ക നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്ത് അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പച്ച നെല്ലിക്ക ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ തലയിൽ തേക്കാനുള്ള ഒരു പരുവത്തിലാവില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പിറ്റേ ദിവസം കേട്ടോ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ നന്നായിട്ട് ഡാർക്കായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് 2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. സോപ്പോ ഷാമ്പോ ഉപയോഗിക്കരുത് കേട്ടോ. ഇതുപോലെ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു വരികയാണെങ്കിൽ നാച്ചുറലായിട്ട് നമ്മളുടെ മുടി നല്ല കറുപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഈ നാച്ചുറൽ റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ മക്കളിൽ വരുന്ന അകാല നരയ്ക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മുടി നല്ല കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തുള്ള മിക്സും അതുപോലെ തന്നെ ഈ നെല്ലിക്ക പൊടിയും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ പുറമേക്ക് ഡൈ അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ മുടി പെട്ടെന്ന് കറുക്കണമെന്നില്ല. ഉള്ളിലേക്ക് നമ്മൾ നെല്ലിക്ക ജ്യൂസ് അല്ലെങ്കിൽ കരിവേപ്പില ജ്യൂസ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് പ്രകടമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ.